ആശ്ചര്യവും അത്ഭുതവും ഉളവാക്കുന്നതാണ് പുതിയ ജനറേഷൻ വാക്കുകൾ. സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരം നേടുന്ന ഇത്തരം 6000-ഓളം വാക്കുകളും നിങ്ങൾക്ക് പരിചിതമാണ്. അടുത്തിടെ കേംബ്രിഡ്ജ് ഡിക്ഷണറി അതിന്റെ ഓൺലൈൻ പതിപ്പിൽ ചേർത്തിരുന്നു. എവിടെ നിന്നാണ് ഈ വാക്കുകൾ ഉത്ഭവിച്ചത്? എങ്ങനെയായിരിക്കാം ഇവ പുതുതലമുറയിലേക്ക് എത്തിയത്? അറിയാം ജെൻസി വാക്കുകളുടെ യാത്ര. പുതുതലമുറയുടെ വാക്കുകൾ പരിചയപ്പെടുന്നതിന് മുമ്പ് എന്താണ് ജെൻസി എന്നും ജെൻ ആൽഫ എന്നും പരിശോധിക്കാം. സമാന കാലഘട്ടത്തിൽ വളരുന്നവർ പല കാര്യങ്ങളിലും സമാന സ്വഭാവം കാണിക്കുന്നുണ്ട് എന്നതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവരുടെ കാഴ്ചപ്പാടുകൾ, ഇടപെടലുകൾ, ശീലങ്ങൾ, വെല്ലുവിളികൾ എന്നിവയിൽ സാമ്യം കാണാൻ സാധിക്കും. ഈ പ്രത്യേകതയാണ് ഒരു കാലഘട്ടത്തിൽ വളരുന്നവരെ പ്രത്യേക പേരിൽ വിളിക്കാൻ കാരണമാകുന്നത്. അത്തരത്തിൽ 1960-കളുടെ ഒടുവിലും 70-ലും വളർന്നു വരുന്നവരെയാണ് ജനറേഷൻ എക്സ് എന്ന് വിളിക്കുന്നത്. 80-കളുടെ ഒടുവിലും 90-ലുമുള്ളവരെ ജനറേഷൻ വൈ എന്നും വിളിക്കുന്നു. ഈ ജനറേഷൻ വൈക്ക് മിലേനിയൽസ് എന്നും 90s കിഡ്സ് എന്നൊക്കെ പേരുകളുണ്ട്. ഈ രീതി തുടരുന്നവർ പോകുന്നതാണ് ജെൻസി എന്ന പേരിന്റെ അടിസ്ഥാനം. 90-കളുടെ അവസാന കാലത്തും 2000-ലും വളർന്നവരാണ് ഇതിൽ ഉൾപ്പെടുന്നത്. 2000-നു ശേഷമുള്ള തലമുറയെ ജെൻ ആൽഫ എന്നും വിളിക്കുന്നു. ജെൻസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ഡിജിറ്റൽ സവിശേഷതയാണ്. എന്നാൽ ഈ വെർച്വൽ ഇടം അവരുടെ യഥാർത്ഥ മാനുഷിക ബന്ധങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും ആയിരക്കണക്കിന് സുഹൃത്തുക്കളും ഫോളോവേഴ്സും ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം വന്നാൽ ഫോണിൽ വിളിക്കാൻ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും നിശബ്ദരാവുന്നു. 2000-ലും ശേഷമുള്ള തലമുറയിൽ നവമാധ്യമങ്ങൾ ചെലുത്തിയ വലിയ സ്വാധീനം പുത്തൻ പദപ്രയോഗങ്ങളും ആംഗ്യങ്ങളും പ്രത്യേക അർത്ഥങ്ങളും സൂചിപ്പിക്കുന്ന ഇമോജികളും ആശയവിനിമയത്തിന് ഉപയോഗിക്കാൻ പ്രധാന കാരണമായിട്ടുണ്ട്. ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, സ്മാർട്ട് ഫോണുകൾ എന്നിവയുടെ ലോകത്തെ വളർന്ന പുത്തൻ തലമുറയെന്ന് വേണമെങ്കിൽ ഇവരെ പറയാം. ഉദാഹരണത്തിന് തള്ളവിരലും ചൂണ്ടുവിരലും കുറുകെ പിടിച്ച് ചെറിയൊരു ഹാർട്ട് ചിഹ്നം ഉണ്ടാക്കുന്ന രീതി ഇന്ന് വ്യാപകമാണ്. കൊറിയൻ പോപ്പ് ഗായകർ 90-കളിൽ അവരുടെ ആരാധകരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ചിഹ്നമാണിത്. നിലവിൽ ഇന്ത്യൻ ജനസംഖ്യയുടെ 4/1 14 വയസ്സും അതിൽ താഴെയുള്ളവരും ഉൾപ്പെടുന്ന ആൽഫ ജനറേഷനും 30% 1997-നും 2012-നും ഇടയിൽ ജനിച്ച ജെൻസി ജനറേഷനുമാണ്.